നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭ അധ്യക്ഷനും ജനപ്രതിനിധികൾക്കും നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. തിരൂർ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്കും വൈസ് ചെയർമാൻ സിന്ധു മംഗലശ്ശേരിക്കും വാർഡ് കൗൺസിലർമാരായ യാസിർ പൊട്ടച്ചോല, ഗീത പള്ളിയേരി തുടങ്ങിയ ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകി. തൃക്കണ്ടിയൂർ പ്രദേശത്തെ പൊന്മുണ്ടം ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലത്തോട് ബന്ധിപ്പിക്കുന്നതിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സ്വീകരണ വേളയിൽ നെറ്റ്വക്ക് ഉറപ്പു നൽകി. തൃക്കണ്ടിയൂർ പ്രദേശത്ത് ഉടൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളടങ്ങിയ നിവേദനം കൗൺസിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ചടങ്ങിൽ അംഗങ്ങളുടെ വീടുകളിൽ സ്ഥാപിക്കാനുള്ള നെയിം ബോർഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രകാശനം ചെയ്തു. അസോസിയേഷൻ പ്രദേശത്ത് ഉടൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളടങ്ങിയ നിവേദനം വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരിക്ക് നെറ്റ്വ ഭാരവാഹികൾ കൈമാറി. പ്രദേശത്തെ കായിക പ്രേമികൾക്കുള്ള കായികോപകരണങ്ങൾ വാർഡ് കൗൺസിലർ യാസിർ പൊട്ടച്ചോല വിതരണം ചെയ്തു. അടുക്കളത്തോട്ടങ്ങളിലേക്കുള്ള സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ഗീത പള്ളിയേരി നിർവഹിച്ചു. നെറ്റ്വ പ്രസിഡന്റ് MP സുരേഷ് അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി KP നസീർ മാസ്റ്റർ, റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KK റസാഖ് ഹാജി, മുൻ കൗൺസിലർ KK അബ്ദുസലാം മാസ്റ്റർ, സംസ്ഥാന വനിതാ വിഭാഗം പ്രസിഡന്റ് സതിദേവി കുളങ്ങര, VP ഗോപാലൻ, KK അബ്ദുൾ റഷീദ്, KM അഷ്റഫ് മാസ്റ്റർ, M മമ്മിക്കുട്ടി, EV കുത്തുബുദ്ദീൻ, ഷമീർ ബാബു, VP ശശികുമാർ, ബാസി തിരൂർ, സീനത്ത് റസാഖ്, ഹസീന സലാം, മനോജ് കൈലിശ്ശേരി, ഗീത വിശ്വനാഥ്, അസീസ് വെള്ളത്തൂർ, ഡോക്ടർ ഡെന്നിസ് പോൾ, രഹന കുത്തുബു, ഷഹന ഷെറിൻ, V ബിൻസിയ, N ശ്യാമള, മുഹമ്മദ് ഇഖ്ലാസ് എന്നിവർ സ്വീകരണ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. ആദ്യത്തെ MLA MP ET മുഹമ്മദ് ബഷീർ സാറ്, പിന്നെ നമ്മളെ PV അൻവർ സാറ്, എല്ലാവരും നമ്മളെ ഓഫീസിൽ വന്ന് പോയിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ വന്ന് പോയ കളക്ടേഴ്സ്, ഞങ്ങളെ ഈ ബോർഡ്, ഞങ്ങൾ ഓരോരോ വീടിനും, ഇപ്പൊ എന്റെ വീടാണ് ആചാര്യത് 50 നമ്പർ പറഞ്ഞ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷക്കാർക്ക് ആർക്കും പെട്ടെന്ന് നമ്മള് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാനും വേഗം ആളുകളെ ഇതൊക്കെ ആക്കാനേ പറ്റും. അങ്ങനെ ഓരോരോ കുട്ടികൾക്ക് ഒരു കളിക്കാൻ ഒരു ബോൾ വേണമെന്നുണ്ട്. നമ്മളെ പ്രസിഡന്റ് ഉടനെ തന്നെ ഇത് പാസ്സാക്കി. പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അത് കൊടുക്കണം. അങ്ങനെയുള്ള ചെറിയ കൊച്ചു പരിപാടിയാണ്. ഏതായാലും ഇതിന്റെ സ്വാഗതം പറയാൻ വേണ്ടി ഇതിന്റെ അമരക്കാരൻ നസീം മാഷ് സെക്രട്ടറിയെ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ തൃക്കണ്ടൂർ ദേശത്തെ ജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നിങ്ങളെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് പുതുതായി നിർമ്മിക്കുന്നത് പഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു സിസ്റ്റമാണ്. പല ഈ റെസിഡൻസ് അസോസിയേഷനും ഇത്ര രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടില്ല നിൽക്കുന്നു. എറണാകുളത്തും ആലുവയിലും അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും. ഈ അമ്പലക്കുളങ്ങരയിൽ നിന്നും റെയിൽവേ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ്, പക്ഷേ ഈ റോഡുകളൊക്കെ ഈ അടുത്ത കാലത്ത് ഞാനും യാസറൊക്കെ കൂടുതലും ഈ അടുത്ത സമയത്താണ് ഇതുവഴി സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നത്. ചില ഭാഗങ്ങളൊക്കെ ഒത്തിരി കൂടി സൗകര്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട സലാമാഷ ആ റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ആ റോഡിനെ വിഷപ്പാടത്ത് നമ്മളെ ഈ പൊന്മുണ്ടം ബൈപ്പാസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. പോലീസിലേക്ക് അവിടെയൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു വാഹന സൗകര്യം പോലും കൊണ്ടുപോകുമ്പോൾ കഴിയാത്ത പല ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പോൾ വീടുകൾ മതിൽ പൊളിക്കുന്നതും ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ചില ആളുകൾ, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഈ പ്രദേശത്തൊക്കെ, എങ്കിലും ഒരു ചെറിയ സൗകര്യം കൂടി നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സൗകര്യപ്പെടുത്തണം. തിരൂരിനെ സംബന്ധിച്ച് തിരൂർ ഒരുപാട് മാറിക്കഴിഞ്ഞു, ഇനിയും മാറാൻ പോവുകയാണ്. തിരൂരിൻ്റെ ബിസിനസ് രംഗത്തും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അസീസ് സാഹിബ് ഇവിടെ ഉണ്ട്. ബിസിനസ് രംഗത്ത് 2006 നമ്മളിവിടെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ C ഗ്രേഡിലായിരുന്നു തിരൂർ. വ്യവസായ വ്യാപാര മേഖലയിൽ C ഗ്രേഡായിരുന്നു. ഇപ്പോൾ അത് A ഗ്രേഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം ഈ നെക്സ്റ്റോ പോലെ, പ്രസിദ്ധമായ ലൂലു മാൾ പോലെ ഒട്ടനവധി ടെക്സ്റ്റൈൽ സംവിധാനങ്ങൾ തിരൂർ വലിയ പെരുമയിലേക്ക് വരിക. അപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നെക്കെട്ട് നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. നിരവധി സേവനങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ മുന്നോട്ട് നയിച്ചത് ഈ നെറ്റ്വ അസോസിയേഷനാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും തുടർന്നും ഈ പ്രദേശത്തുള്ള വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളിൽ ഒരാളായി തന്നെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ,
വ്യത്യസ്തമായ മഹത്തായ പരിപാടികളുമായിട്ടാണ് നെറ്റ്വേ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള റെസിഡൻസ് അസോസിയേഷനിൽ വ്യത്യസ്തമായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായിട്ടാണ് ഇപ്പോൾ ചെയർമാൻ സൂചിപ്പിച്ച പോലെ പഞ്ച് ചെയ്ത ബോർഡ് വേറെ എവിടെയും കാണാത്ത സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരുമയോടുകൂടി ഒത്തൊരുമയോട് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ മുന്നോട്ട് പോകാൻ നമ്മുടെ തൃക്കണ്ടൂർ ഭാഗത്തുള്ള ആളുകൾക്ക് കഴിയട്ടെ എന്നും ഇവിടുന്ന് ജയിച്ച എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെല്ലാം സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എവിടെ ഇല്ലാത്ത ഒരു റെസിഡൻസി ആയിട്ടാണ് നമുക്ക് മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത്. അതിന് ഒന്നാമത് നമ്മൾ നന്ദി പറഞ്ഞത് റസാക്കാജിയോടാണ്. പക്ഷെ ഇത് നിലനിർത്തി കൊണ്ടുപോകണതിനെ നമ്മളെ സഹായിച്ച ചേച്ചി ഇവിടെ എല്ലാവർക്കും നമ്മുടെ നാടിന്റെ വികസനം നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ കൂടി ആലോചിക്കണം. അതിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇല്ലാതെ നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നാട് വികസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് എനിക്ക് ഇന്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മളെ യാസറുണ്ട്, ഒരു ഭാഗത്ത് സിന്ധുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാതെ നമ്മളെ നാടിന്റെ വികസനത്തിന് കൂട്ടായ്മ കൊണ്ട് നമുക്ക് എല്ലാവരും കൂടി നമുക്ക് നമ്മളെ നാട് നന്നാക്കണം മാത്രമേ എനിക്ക് പറയുള്ളൂ. അതിന് ഒരു വർഷത്തിന്റെ അവസാനമാണ് 2025 അവസാന ദിവസമായ ഡിസംബർ 31. അതിന്റെ അവസാനവും അതോടൊപ്പം തന്നെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നഗരസഭാ കൗൺസിലെ പ്രധാനികൾക്കുള്ള സ്വീകരണം കൂടി രണ്ടും കൂടി ഒത്തുവന്ന ദിവസമാണ്. ഒന്നിന്റെ അവസാനം പുതിയ ഒന്നിന്റെ തുടക്കമാണ്. തീർച്ചയായിട്ടും ഈ തുടക്കം നന്നായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. കാരണം നെറ്റ്വേയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് 3 കൗൺസിലർമാരെ കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു 3 പേരെടുത്തും നമുക്ക് നേരെ പോയി നമ്മുടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനും പറയാനും പറ്റും. അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. 3 പേരെ നമുക്ക് പറയാം. നമ്മുടെ കാര്യങ്ങൾ പോയി പറയാൻ പറ്റുന്ന 3 പേരുണ്ടെന്നുള്ളത് അവരതേ വരയ്ക്ക് നമ്മൾ പറയുന്ന പോലെ തന്നെ ചെയ്യും. പറ്റാവുന്നതെല്ലാം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കൊടുത്ത നിവേദനം തന്നെ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് ഒന്നിച്ച് ഒരു അഭിനന്ദനം കൊടുക്കാൻ സാധിച്ചത് അതും ഇയർ എൻഡിങ്ങിലാണ്. ഇന്ന് ഡിസംബർ 31 ലാസ്റ്റാണ്. അടുത്ത കൊല്ലം നമ്മൾ കണ്ടുമുട്ടുള്ളൂ. നമ്മുടെ ഒത്തൊരുമയോടുള്ള കൂട്ടായ്മയോടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് പൂർണ്ണ പിന്തുണ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ചെയ്തതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണവും സഹായവും നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും നമ്മുടെ എല്ലാ കൗൺസിലർമാർക്കും ഈ ഭരണസമിതിക്കും ഉണ്ടാവുമെന്ന് നമുക്ക് ഇവർക്ക് ഈ സമയത്ത് ഉറപ്പ് കൊടുക്കാം. ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യാനില്ല എന്നതാണ്. അതിന് ഇത്തരം അധികാരങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം അധികാര ശ്രേണിയിൽ എത്തപ്പെട്ട പ്രധാനപ്പെട്ട 4 വ്യക്തികൾക്കാണ് നമ്മളിവിടെ സ്വീകരണം നൽകിയിട്ടുള്ളത്. നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കുറെ പേർ മത്സരിക്കുകയും കുറെ പേർ ജയിക്കുകയും കുറെ പേർ പരാജയപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും ആ ഇലക്ഷനോടുകൂടി അതൊക്കെ പോയി. ഇനി നമ്മൾ നാട്ടിന് വേണ്ടി ഗുണം ചെയ്യാനുള്ള ഓരോ അവസരങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള ഈ കാലം നമ്മുടെ മെമ്പർമാരെല്ലാം അതിന് ശ്രമിക്കും എന്ന് പറയാം. നമ്മുടെ നായകന്മാരും നായികമാരൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. ഇവർക്ക് ഇക്കൊല്ലം അല്ലെങ്കിൽ ഇനി ഇവരുടെ കാലയളവ് ജനങ്ങൾക്ക് ഒരുപാട് സേവനം നൽകാൻ പറ്റുന്ന ഉറപ്പാണ്. അതിനുള്ള ശക്തി സർവേശ്വരൻ കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസം പരിപാടിക്കൊക്കെ ഉഷാറാക്കി. ഒരുപാട് സന്തോഷമുണ്ട്. നെറ്റ്വേയുടെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ താമസക്കാർക്കും ഒരുപാട് നന്ദി. കണികയാണ് ഇന്നവർ 4 പേരും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ നെറ്റ്വ റെസിഡൻസ് അസോസിയേഷനിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മുടെ മെയിൻ ബോർഡ് എല്ലാം സജ്ജമായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീട് വിടാത്തവരിലെത്തി അപ്പുറം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. മീഡിയ ന്യൂസ്, തിരൂർ.